എല്ലാവർക്കും അഡോബ് പ്രീമിയർ മറ്റൊരു പാട്ടിലോട്ട് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞു വന്നിരുന്നത് വീഡിയോ എഫക്ട്സിനെ കുറിച്ചൊക്കെ ആയിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ അഡോബ് പ്രീമിയർ പ്രോയിലുള്ള ഏകദേശം എല്ലാ വീഡിയോ എഫക്ട്സുകളും നിങ്ങൾക്ക് ഇവിടെ എഫക്ട്സ് പാനലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ എഫക്ട്സ് എന്നുള്ളത് കാണാൻ പറ്റും. ഈ വീഡിയോ എഫക്ട്സിലുള്ള എല്ലാ എഫക്റ്റുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം വൺ ബൈ വൺ ആയിട്ട്. നമ്മൾ കൂടുതൽ ആളുകളും ഒന്നോ രണ്ടൊക്കെ ആയിട്ട് കാണിച്ചു തന്നിട്ട് എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ബാക്കിയുള്ള നിങ്ങൾ ട്രൈ ചെയ്യാമെന്നാണ് പറയാം. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് എല്ലാ എഫക്ട്സുകളും വൺ ബൈ വൺ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാൻ പോകാം. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾക്കറിയാലോ എഫക്ട്സ് പാനലിൽ നിങ്ങളിവിടെ കാണുന്നില്ലെങ്കിൽ ഇവിടെ പോയിട്ട് നമ്മളെ വിൻഡോസിൽ പോയിട്ട് എഫക്ട്സ് എന്നുള്ള ഇത് ഓപ്പൺ ആയിരിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫക്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പോവുക, എന്നിട്ട് എഫക്ട്സുകളിൽ പോയിട്ട് നമ്മൾ ഇവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് എഫക്ട്സുകൾ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും എഫക്ട്സുകളുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ അഡ്ജസ്റ്റ് എഫക്ട്സിലുള്ള ഇതാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ആദ്യം ഇവിടെ സ്കെയിലിംഗ് ഒക്കെ ചെയ്തിരുന്നു, സൂമിങ് ഒക്കെ, അതൊക്കെ ആദ്യം ഒഴിവാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്കറിയാലോ ഇവിടെ ഈ ടൈമറിൽ ക്ലോക്കിൽ കാണുന്ന ഒരു ബ്ലൂ ടിക്ക് ഉണ്ടല്ലോ, ബ്ലൂ ടിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ കീ ഫ്രെയിംസ് ഉണ്ടായിരിക്കും. ഈ കീ ഫ്രെയിംസിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കണം. നിങ്ങൾക്ക് വീഡിയോ എഫക്ട്സ് ശരിക്കും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ദിസ് ആക്ഷൻ വിൽ ഡിലീറ്റ് എക്സിസ്റ്റിംഗ് കീ ഫ്രെയിംസ്. ഓക്കെ, ഡു യു വാണ്ട് കണ്ടിന്യൂ? ഓക്കെ, അപ്പോൾ ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വീഡിയോ എഫക്ട്സിൽ അഡ്ജസ്റ്റ് പറഞ്ഞ എഫക്ട്സുകളിലാണ് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൺവല്യൂഷൻ കേർണലാണ്, അത് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അടുത്ത് അതിനെ തൊട്ട് താഴെയുള്ള എക്സ്ട്രാക്ട് എന്നുള്ള പറഞ്ഞ ഒരു എഫക്റ്റ്. ഓക്കെ, ആ എക്സ്ട്രാക്ട് നമ്മളെ വീഡിയോയിലോട്ട് ആഡ് ചെയ്ത് എന്താ സംഭവിക്കാൻ പോകണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ശരി, എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നുമില്ല, നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇയാളെ പിടിച്ചു, എന്നിട്ട് നമ്മളുടെ വീഡിയോ ഇതിലോട്ട് ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ തന്നെ കണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി വീഡിയോ. ഓക്കെ, ഇനി നിങ്ങൾ നമ്മളിപ്പം എഫക്ട്സ് ആഡ് ചെയ്തല്ലോ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ എഫക്ട്സ് കൺട്രോൾ എന്ന് പറഞ്ഞ പാനൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്ട്രാക്ട്. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ എഫക്ട്സിൻ്റെ സെയിം പേര് എക്സ്ട്രാക്ട് കണ്ടോ. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ സെറ്റിങ്സും മാറ്റാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ മാക്സിമം 255 ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഇൻപുട്ട്, അതായത് ബ്ലാക്ക് ഇൻപുട്ട് ലെവലാണത്, അതേപോലെ വൈറ്റ് ഇൻപുട്ട് ലെവൽ നിങ്ങൾക്കത് മാറ്റാം. സോഫ്റ്റ്നെസ് മാറ്റണമെങ്കിൽ സോഫ്റ്റ്നെസ്. ഇനി ഇൻവേർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഇൻവേർട്ടായി. ഓക്കെ, ബ്ലാക്കുള്ളതൊക്കെ വൈറ്റ് എന്നുള്ള ബ്ലാക്ക് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നല്ലൊരു ഭംഗിയുള്ള എഫക്റ്റ് ആയിരിക്കും. സോഫ്റ്റ്നെസ് നല്ല കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എക്സ്ട്രാക്ട് എന്നുള്ളത് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഫക്റ്റാണ് എക്സ്ട്രാക്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇതിലുള്ള മൂന്നാമത്തെ ഈ അഡ്ജസ്റ്റ് എന്നുള്ള എഫക്ട്സിലെ മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ലെവൽസിനെ പിടിച്ചു, എന്നിട്ട് പതുക്കെ ഇയാളായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്തു. ഓക്കെ, ഈ ലെവൽസ് ആഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ എഫക്ട്സ് കൺട്രോളിൽ ലെവൽസിൻ്റെ ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫക്ട്സ് കൺട്രോളിൽ പോയിട്ട് നമുക്ക് നമ്മളുടെ വീഡിയോ എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലെവൽസ് എന്നുള്ള എഫക്റ്റ് കാണാൻ പറ്റും. ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് ഈ RGB വാല്യൂസ് 0 to 255 എന്നുള്ള വാല്യൂസൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ഫോട്ടോഷോപ്പൊക്കെ പഠിച്ച ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാട്ടോ, RGB ബ്ലാക്ക് ഇൻപുട്ട് എന്താണെന്നൊക്കെ. ജസ്റ്റ് നമുക്ക് ഇനി ഇതുപോലെ ഇത് റെഡാണ്, റെഡ് ബ്ലാക്ക് ഇൻപുട്ട്. ഇനി ഇത് RG ഗ്രീൻ. ഓക്കെ, പിന്നെ അതേപോലെ ബ്ലൂ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളെ ഈ ലെവൽസ് എന്ന് പറഞ്ഞ RGB ലെവൽസുകളാണ് ഇതിൽ കംപ്ലീറ്റ് വരുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് വീഡിയോസിൻ്റെ ഗ്ലിച്ച് എഫക്റ്റൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ലെവൽസിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്, ഈ ലെവൽസ് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈറ്റിംഗ് എഫക്ട്സ് ആണ്. ഇത് വളരെ രസകരമാണ്, മാത്രമല്ല ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എഫക്റ്റ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ലൈറ്റിംഗ് എഫക്റ്റിനെ പിടിക്കുക, ജസ്റ്റ് ഇയാളെ കൊണ്ടിട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഡ്രാഗ് ചെയ്ത ഉടനെ തന്നെ നമ്മളിവിടെ ലൈറ്റിംഗ് എഫക്ട്സ് ഇവിടെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇത് വെച്ചിട്ട് നമുക്കൊരു കളി കളിക്കാം. ഓക്കെ, അപ്പം ഈ ലൈറ്റ് 1 എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ല നിങ്ങൾ, അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക.
ഓക്കെ, ഇവിടെ ലൈറ്റ് വണ്ണിൽ ലൈറ്റ് ടൈപ്പ് ഏതാണ്? സ്പോട്ട് ലൈറ്റ് വേണമെങ്കിൽ സ്പോട്ട് ലൈറ്റ്, ഡയറക്ഷണൽ, ലീനിയർ, ഒമ്നി. സ്പോട്ട് ലൈറ്റ് ആണ് കുറച്ചും കൂടി രസം കേട്ടോ. ഓക്കെ, സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ മാത്രമായിട്ട് നമ്മൾ സ്പോട്ടായിട്ട് ഇങ്ങനെ വരുന്നതാണ് സ്പോട്ട് ലൈറ്റ്. ഓക്കെ, ഞാൻ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ ഏരിയയിലാണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മാറ്റാം. ജസ്റ്റ് നിങ്ങൾ നോക്കുക, സെൻറ്റർ മാറുമ്പോൾ ഇതാ സെൻറ്റർ മാറുന്നു, അതിൻ്റെ ഒരു സെൻറ്റർ മാറുന്നതാണത്. ഇനി റേഡിയസ് വേണമെങ്കിൽ റേഡിയസ് കൂട്ടാം, കുറയ്ക്കാം. ഓക്കെ, ഇവിടെ പിടിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും കൂട്ടാം ജസ്റ്റ്. ഓക്കെ, ഇയാളെ പൊസിഷനൊന്ന് നമുക്കൊന്ന് മാറ്റിയാൽ കുറച്ചും കൂടി മുകളിലോട്ട്. ഓക്കെ, മുകളിലോട്ടോ താഴോട്ടോ ആക്കാം. ഓക്കെ, ആക്കി. എന്നിട്ട് മൈനർ റേഡിയസ് ഉണ്ട്, നമുക്ക് അതും വേണമെങ്കിൽ. മേജറും മൈനറും ഉണ്ട്. ഓക്കെ, ഇനി ആംഗിൾ ഇത് ഭയങ്കര ഒന്നും കൂടി നമുക്ക് ആംഗിളൊന്ന് മാറ്റണമെങ്കിൽ അത് മൈനർ റേഡിയസ് ഒന്ന് കൂട്ടിയിട്ട് ആംഗിൾ മാറ്റുമ്പോൾ ഒരു രസം ഉണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ആംഗിൾ ബാക്കിൽ നിന്ന് ഒരു കാറിൻ്റെ ലൈറ്റ് വരുന്നത് പോലെ ഉണ്ടല്ലേ. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് ആംഗിൾ, ഇൻറ്റൻസിറ്റി ഇതൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇൻറ്റൻസിറ്റി കൂട്ടാൻ പറ്റും. ഇനി ആംഗിൾ നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലുള്ളത് നമുക്ക് ലൈറ്റ് 1ലാണ് നമ്മൾ ഈ മാറ്റങ്ങളൊക്കെ മാറ്റിയത് അല്ലേ. ഇനി ഇതിൽ വേണമെങ്കിൽ ലൈറ്റ് 2 എടുക്കാം. ലൈറ്റ് 2 എടുത്തിട്ട് നമുക്ക് ഇപ്പം അതൊക്കെ നണ്ണായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. ഫസ്റ്റ് ലൈറ്റ് 1ൽ മാത്രം ഡിഫോൾട്ടായിട്ട് ആ സ്പോട്ട് ലൈറ്റ് വരുള്ളൂ. നമുക്ക് വേണമെങ്കിൽ വേറെ സ്പോട്ട് ലൈറ്റും കൂടി സെലക്ട് ചെയ്യണം. ഇവിടെ സ്പോട്ട് ലൈറ്റ് വന്നു. എന്നിട്ട് അതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഡബിൾ ക്ലിക്ക് ചെയ്തു, ബ്ലൂ വന്ന്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് നമുക്ക് റെഡ് എടുക്കാം. റെഡ് സെലക്ട് ചെയ്തു. ഓക്കെ, റെഡായി മാറി അല്ലേ ഇവിടെ. അപ്പം അങ്ങനെ ഇപ്പോൾ 2 ലൈറ്റായി മാറി. അപ്പം നല്ല രസമാണ് ഇത്. എഫക്ട്സ് കാണാൻ ഭയങ്കര രസമായിരിക്കും ഇത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ലൈറ്റിംഗ് എഫക്റ്റ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട്. അതേപോലെ മറ്റൊരു കാര്യം, ഇതിൽ ആംബിയൻറ്റ് ലൈറ്റ് കളർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊന്ന് നമുക്ക് മാറ്റി നോക്കാം. എന്താ മാറ്റം വരുന്നത് കണ്ടോ? നല്ല ആംബിയൻറ്റ് ലൈറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറി. നമ്മളുടെ ഈ വെഡ്ഡിങ് മൂവീസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എഫക്റ്റാണ് ഇത്. ഓക്കെ, ഭയങ്കര രസമാണ് ഈ ലൈറ്റിംഗ് എഫക്റ്റ് തന്നെ. അപ്പം എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ലൈറ്റിംഗ് എഫക്ട്സിലുള്ളത് എക്സ്പോഷർ എന്നാണ്. നമുക്ക് ഇവിടെ കൂട്ടാം. ലൈറ്റ് 1 ഇതിൽ പോയിട്ട് ഓക്കെ, എക്സ്പോഷർ കൂട്ടി. അതേപോലെ സർഫേസ് മെറ്റീരിയൽ. ഓക്കെ, അതുപോലെ സർഫേസ് ഗ്ലോസ്. അങ്ങനെ ഒരുപാട് എഫക്റ്റുകൾ ഇതിൽ ലൈറ്റിംഗ് എഫക്ട്സിൽ തന്നെ ഉണ്ട്. ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് എത്ര ഭംഗിയാക്കി ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ലൈറ്റിംഗ് എഫക്ട്സിൽ ഉള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് കൂടിയാണ് ലൈറ്റിംഗ് എഫക്റ്റ്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ട പ്രോക്യാമ്പ് എന്ന് പറഞ്ഞ സംഭവമാണ്. അത് കൊണ്ടിടുക. ഇത് വളരെ സിമ്പിളാണ്. നമ്മളെ ബ്രൈറ്റ്നസ്സും എവിടെതാ പ്രോക്യാമ്പ്. നമ്മളെ ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടാം. ഓക്കെ, അതേപോലെ കോൺട്രാസ്റ്റ്. ഓക്കെ, പിന്നെ അതുപോലെ ഹ്യൂ, സാച്ചുറേഷൻ, ഇതൊക്കെ ഉണ്ട് ഈ പ്രോക്യാമ്പിലുള്ള വേറൊരു ഓപ്ഷനാണ് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. നമ്മളിവിടെ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ കണ്ടോ. അപ്പം ഈ സ്പ്ലിറ്റ് സ്ക്രീനിൽ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നത്, അതായത് ഇവിടെ ഈ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഇതിൻ്റെ മാത്രമായിട്ട് മാറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല ഓക്കെ, ഒരു കാര്യം ചെയ്യാം. അപ്പം പ്രോക്യാമ്പും ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് എഫക്ട്സ് ഈ പ്രോക്യാമ്പ് വെച്ചിട്ട് നമ്മളെ വീഡിയോസൊക്കെ നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതാണ് കൺവല്യൂഷൻ കേണൽ. മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കൺവല്യൂഷൻ. അപ്പോൾ ഞാനിത് ഡ്രാഗ് ചെയ്ത് ഇതിലോട്ടിട്ടു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ കൺവല്യൂഷൻ എന്ന് പറഞ്ഞ എഫക്റ്റിൽ വന്നിട്ടില്ല M11 M12 എന്താ സംഭവം അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ M11 ഇതൊക്കെ ഒരു മെട്രിക്സ് ആണ്. മെട്രിക്സിൽ നമുക്ക് ഈ മെട്രിക്സിൽ -30 മുതൽ 30 വരെ മാറ്റം, ഈ വാല്യൂസൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റും. പക്ഷേ എന്താണ് സത്യം, M11 ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയതുകൊണ്ട് നമ്മളെ ഇമേജസിൽ ഒരു മെട്രിക്സ് ആക്കി എടുക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഭംഗിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ. പക്ഷെ എന്താണ് ശരിക്കും നിങ്ങൾ അതിൽ മാറ്റം വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതിപ്പം ഒരു സൂര്യൻ ഉദിക്കുന്നതിൻ്റെ എഫക്റ്റ് ഞാൻ പണ്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ വന്നു. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ എഫക്റ്റ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൾഡറിലുള്ള എഫക്ട്സുകൾ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബ്ലർ ആൻഡ് ഷാർപ്പനാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാത്രമല്ല മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ താഴെയുള്ളതായിട്ട് വരും. അതുവരെ ടേക്ക് കെയർ.